ഹിന്ദിയിലെ മേരാഹി പറച്ചിൽ എങ്ങനെയാണെന്ന് അറിയാൻ സഹായിക്കുന്ന ഒരു വീഡിയോയാണിത്. മേര എന്നാൽ എൻ്റെ, മേരാഹിയോ എൻ്റേതു തന്നെ. നിങ്ങളുടെ ഒരു അവകാശത്തെ നിഷേധിക്കുന്നവരോട്, അത് കാര്യമായോ അല്ലാതെയോ ആയിരിക്കാം, ഹിന്ദിയിലെ മേരാഹി ചേർത്ത് മറുപടി കൊടുക്കാം. ഹിന്ദിയിലെ മേരാഹി എന്ന വാക്കിനെ കുറിച്ച് അല്പം വിശദമായി നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ സാധനങ്ങൾ എൻ്റെ ആണ് എന്ന് ഉറപ്പിച്ച് ഹിന്ദിയിൽ എങ്ങനെ പറയുവാൻ കഴിയും? ഈ വീഡിയോയിലൂടെ നമുക്ക് അത് ഇപ്പോൾ മനസ്സിലാക്കാം. നമ്മൾ ചിലപ്പോൾ എൻ്റേതു തന്നെ എന്ന് പറയാറുണ്ട്. എപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഉറപ്പിച്ചു പറയേണ്ടതായ ചില സന്ദർഭങ്ങളിലാണ് എൻ്റേതു തന്നെ എന്ന വാക്ക് ചേർത്ത് നാം പറയുന്നത്. ഒരു ഉദാഹരണത്തിനായി, നിങ്ങളുടെ ഒരു സഹോദരൻ തമാശയ്ക്കായി അല്ലെങ്കിൽ കാര്യമായിട്ട് നിങ്ങളുടെ ഒരു സാധനം കൈവശപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആണെന്ന് അവകാശപ്പെടുമ്പോൾ, നിങ്ങൾ സാധാരണയായി അല്ല അതെൻ്റേത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതെ അല്ല എൻ്റേതു തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിനൊരു അവകാശവും അതിലില്ല എന്നാണ് അർത്ഥം. ഹിന്ദിയിൽ ഇങ്ങനെ പറയുവാൻ ഏതൊക്കെയാണ് വാക്കുകൾ? അല്ലല്ല അതെൻ്റേതാണ് എന്ന് പറയുമ്പോൾ അതെൻ്റേതു തന്നെയാണ് എന്നുള്ള അർത്ഥമാണ്. ഈ രീതിയിൽ ഹിന്ദിയിൽ പറയാൻ മേര എന്ന വാക്കിൻ്റെ ഒടുവിൽ കൂടെ ഹി എന്ന ഉച്ചാരണം ചേരണം. മേരാ ഹി. മേരാഹി എന്നാൽ എൻ്റേതു തന്നെ, താങ്കൾക്ക് അല്ലെങ്കിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന്. ചില ഉദാഹരണങ്ങളിൽ കൂടെ കൂടുതൽ മനസ്സിലാകാം. അത് എൻ്റേതു തന്നെ. അത് എന്ന് പറയുമ്പോൾ ദൂരത്താണ്, അതിന് വഹ്. ഇതെൻ്റേതു തന്നെ, ഇതിന് യഹ്. അപ്പോൾ വഹു മേരാഹിയെ അതെൻ്റേതു തന്നെ, യഹു മേരാഹിയെ ഇതെൻ്റേതു തന്നെ. ആരോടാണോ നമ്മൾ പറയുന്നത് അയാൾ അല്ലെങ്കിൽ അവർ ദൂരത്താണെങ്കിൽ വഹ്, അടുത്താണെങ്കിൽ യഹ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിന് യേ സബ് അല്ലെങ്കിൽ വേ സബ്, യേ സബി അല്ലെങ്കിൽ വേ സബി എന്നും പറയാം. യഹ് സബി ഇതെല്ലാം, വഹ് സബി അതെല്ലാം. ഈ പുസ്തകങ്ങളെല്ലാം എൻ്റേതു തന്നെ എന്ന് പറയാൻ യേ സബ് കിതാബേ മേരാഹി ഹെ അല്ലെങ്കിൽ വഹ് സബ് കിതാബേ മേരാഹി ഹെ. ചുരുക്കത്തിൽ യേ സബ് വേ സബ് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ നമ്മുടെ അവകാശത്തെ നിഷേധിക്കുന്ന സന്ദർഭങ്ങളിൽ ഉറപ്പിച്ചു പറയുവാൻ വേണ്ടി എൻ്റേതു തന്നെ എന്ന് പറയുന്നതിന് തുല്യമായി ഹിന്ദിയിൽ മേരാഹി എന്ന വാക്ക് ചേർത്ത് നമുക്ക് പറയാവുന്നതാണ്. മേരാഹി ഹേ പറഞ്ഞു, ഹേ മാറി തായായാലോ കഴിഞ്ഞുപോയ കാലത്തിന്, ഹോഗ പറഞ്ഞാൽ വരുവാനുള്ള സമയത്തിന് വേണ്ടിയാണ്.